ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിജ്ഞാൻ ഭവനിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകാൻ ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാലു, ഡൽഹിയിലൊക്കെയുള്ള വർത്തമാനങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഊഹാപോഹങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് എത്ര ഘട്ടത്തിൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എപ്പോൾ, അതുപോലെ വോട്ടെണ്ണൽ എപ്പോൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബെറ്റിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണ്? അഭിലാഷ, ഇനി ഊഹാപോഹങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല. കാരണം അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാറും SS സന്ധുവും എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും. ഇത്തവണ ഈ ചരിത്രപ്രസിദ്ധമായ വിജ്ഞാൻ ഭവനിലെ ഈ പ്ലീനറി ഹാളിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ പ്രഖ്യാപനം നടത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ മറ്റ് കമ്മീഷണർമാരും ഈ കെട്ടിടത്തിൽ, അതായത് വിജ്ഞാൻ ഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവർ ഈ വിജ്ഞാൻ ഭവനിലെ തന്നെ മറ്റൊരു മുറിയിൽ കൂടിയാലോചനകൾ നടത്തുകയാണ്. ഇതിനുശേഷം കൃത്യം 3 മണിക്ക് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും ഈ വേദിയിലെത്തി ഈ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഏതാണ്ട് 3:30 കൂടി ഈ തീയതികൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകും. കാരണം സാധാരണഗതിയിൽ ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം ഈ വോട്ടർമാർ അതുപോലെ തന്നെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം, ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷമാണ് ഏറ്റവും അവസാനം ഈ തീയതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ബാലു പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം കുറച്ചു നേരം ഈ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സിനെ കുറിച്ചും എത്ര വോട്ടർമാർ കൂടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അതിനുശേഷമാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. നേരത്തെ ബാലു പറഞ്ഞതുപോലെ ഊഹാപോഹങ്ങൾക്കൊന്നും ഇനി ഒരു അടിസ്ഥാനവുമില്ല. പക്ഷേ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ മലയാളി മാധ്യമപ്രവർത്തകരുണ്ട്, അല്ലാതുള്ളവരുണ്ട്, ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ബീറ്റ് കൃത്യമായി നോക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് കേരളത്തിൽ എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിൽ നിന്ന് ബാലു എന്താ കേട്ടത്? രാജീവ്, പ്രധാനമായും ഈ കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്കൊരു കൺഫർമേഷനായി എടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിരുന്നപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മെയ് മാസം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ചൂടായിരിക്കുമെന്നും അതുകൊണ്ട് ഈ ഏപ്രിലിൽ തന്നെ, ഏപ്രിൽ 3-ാം വാരമോ 4-ാം വാരമോ ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. ഈ ഏപ്രിൽ 2-ാം വാരം, അതായത് മധ്യത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ചില ഉത്സവങ്ങളും മറ്റുമുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിനും തമിഴ്നാട്ടിനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് കരുതപ്പെടുന്നത് ഈ ഏപ്രിൽ അവസാനം ആണ്. അതുകൊണ്ട് അതിനോട് ഈ സംസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ചിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഏപ്രിൽ അവസാനത്തോടു കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യൂഹം ഡൽഹിയിലും മറ്റും